ഇനി നമുക്കത് എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്ന് എടുക്കാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ അവസാനത്തെ രണ്ട് മാറി കിടക്കുന്ന നമ്പർ ഇല്ല, അത് രണ്ടും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 8 എന്ത് വരും? 16 എന്ന് വരും. ഹായ്, വെൽക്കം ടു എൻട്രിയ. എന്റെ പേര് റിജിൻ. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് വേദിക് മാത്സിന്റെ കൂടുതൽ ഷോർട്ട് കട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വേദിക് മാത്സിന്റെ 5ാമത്തെ സെഷനാണ് ഇത്. ഇതിന് മുമ്പ് 4 സെഷൻസ് പോയിട്ടുണ്ട്. ഈ 4 സെഷൻസിലായിട്ട് നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആയാലും സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് വേരിയസ് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ലൈക്ക് 5 ആയിട്ട് കണക്ട് ചെയ്യുന്ന 15, 25, 11, 9 അതുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഷോർട്ട് കട്ട്സ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ആ സെഷൻസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സെഷൻസ് കൊണ്ടുവന്നത്. എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരായാലും ഈ ഒരു ട്രിക്കുകളൊക്കെ അറിഞ്ഞിരിക്കുക, അതിന് നല്ലപോലെ ഉപയോഗിക്കുക. അതൊക്കെ യൂസ് ചെയ്താണ് എക്സാംസിൽ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസേഴ്സ് എടുക്കുന്നത്. ഈവൻ ഫുൾ ആൻസർ പോലും കണ്ടുപിടിക്കാതെ അവസാനത്തെ ഡിജിറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് 1 ഡിജിറ്റ് 2 ഡിജിറ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ട്രിക്സ് ഒക്കെ യൂസ് ചെയ്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനെ നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക, പ്രാക്ടീസ് ചെയ്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് മുമ്പുള്ള സെഷൻസ് കണ്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെഷൻസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ സെഷനിലും കൂടുതൽ ഷോർട്ട് കട്ട്സ് നമ്മൾ നോക്കാൻ പോവാണ്. കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ്, എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, ചില സെറ്റ് ഓഫ് നമ്പേഴ്സിനെ, ചില റാൻഡം ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ, ചില പാറ്റേണിൽ വരുന്ന നമ്പേഴ്സിനെ, ഒരു പാറ്റേൺ ഇല്ലാതെ വരുന്ന നമ്പേഴ്സിനൊക്കെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കൂടാതെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ അവസാനം നമ്മൾ 9ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് പഠിച്ചായിരുന്നു. നയൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിൽ വരുന്ന 2 സ്പെഷ്യൽ കാര്യങ്ങൾ അടുത്ത വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അത് കൂടാതാണ് നമ്മൾ ഈ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാറ്റേൺ ഉള്ളതും പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഇല്ലാത്തതും എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു 9ന്റെ 9ന്റെ ആ ഒരു അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 9നെ ഏതൊരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ 9സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും തന്നെ 9 വന്നില്ലെങ്കിലും, അത്രയും തന്നെ എത്ര 9 ഉണ്ടോ അത്രയും തന്നെ ഡിജിറ്റ് വന്നില്ലെങ്കിലും അതിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ആ സമയം നമ്മൾ പറഞ്ഞത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 999 ഇൻറ്റു ഇപ്പോൾ 873 വന്ന എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 872 എന്ന് എടുത്തിട്ട് അതിൽ നിന്ന് 1 കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്പറിനെ 9 നിന്ന് കുറയ്ക്കും. ഇപ്പോൾ 8നെ 9 നിന്ന് കുറച്ചാൽ 1 എന്ന് വരും, 7നെ 9 നിന്ന് കുറച്ചാൽ നമുക്ക് 2 എന്ന് വരും, ആൻഡ് 2നെ 9 നിന്ന് കുറച്ചാൽ നമുക്ക് 7 എന്ന് വരും. നമുക്ക് ഇതിൻ്റെ ആൻസർ എടുക്കാൻ നമുക്ക് അറിയാം. ഇനി നമ്മൾ അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, 999 ഇൻറ്റു ഇപ്പോൾ എനിക്ക് 23 വന്നാലും എങ്ങനെ എടുക്കാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈക്ക് അത്രയും തന്നെ എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വന്നില്ലേലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ത് ചെയ്താൽ മതി, നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 0 ഇട്ടിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്ക് 3 ഡിജിറ്റ് ആയിട്ടുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 023 എന്നുള്ളത് നമുക്ക് 22 എന്നാക്കാം, 1 കുറയ്ക്കാം, എന്നിട്ട് അതിനെ 9 നിന്ന് കുറച്ച് എഴുതണം. പക്ഷെ 9 നിന്ന് കുറയ്ക്കുമ്പോൾ ആ 0 കൂടി എടുത്തോണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 തന്നെ വരും. പിന്നെ 9 നിന്ന് 2 കുറച്ചാൽ 7, വീണ്ടും 7 എന്ന് നമുക്ക് വരും. അപ്പൊ 22977 എന്ന് നമുക്ക് ആൻസർ വരും. പക്ഷെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഏത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. 999 ഇൻറ്റു ഇപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പർ എടുക്കുക, 7643. ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ ട്രിക്കിൽ വർക്ക് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാത്തുള്ളൂ. കുറഞ്ഞു വന്നാലോ അതേ നമ്പർ വന്നാലോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയാം. കൂടി വന്നാൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ കൂടി വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ശരിയാ, ഈ പറഞ്ഞ ട്രിക്കുകളൊന്നും എന്ത് ചെയ്യത്തില്ല, ഇവിടെ വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ അതിന് പകരം എല്ലാവരും ഇതേപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ അതേ നമ്പർ വന്നാലും ശരി, അതിനേക്കാൾ കുറഞ്ഞു വന്നാലും ശരി, കൂടി വന്നാലും ശരി, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഈ 100 - 1, 1000 - 1. അതാണ് എല്ലാവരും ഇവിടെ ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു വലിയ ഷോർട്ട് കട്ടേ അല്ല, അതൊരു അപ്രോച്ച് മാത്രമാണ്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു അപ്രോച്ച്. അതൊരു വലിയ ഷോർട്ട് കട്ടേ അല്ല. അപ്പോൾ ആ ഒരു അപ്രോച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചുമ്മാ നോക്കിയെടുക്കാൻ നമുക്കറിയാം. പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഷോർട്ട് കട്ട് ഫെയിൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതും അറിയാത്ത ഒരുപാട് പേര് കാണും. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറഞ്ഞ ഇതിനെ നമുക്കിപ്പം പറഞ്ഞ ഷോർട്ട് കട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ 999ന്റെ അടുത്തുള്ള
നമ്മുടെ 100ന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 10ന്റെ മൾട്ടിപ്പിളോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ എടുക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ 999ന്റെ അടുത്തുള്ള ഈ പറയുന്ന നമ്പറാണ് 1000 എന്ന് പറയുന്നത്, എടുക്കാൻ എളുപ്പമുള്ള നമ്പർ. നമുക്കറിയാം 1000 ഒന്ന് കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്, 999 വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ആ 999നെ 1000 മൈനസ് 1 എന്ന് എടുത്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യും. ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 7643 വന്നതിന് ശേഷം ആ 3 0 വരും. എന്നിട്ട് -1 ഇൻറ്റു 7643 7643 എന്ന് വരും. നമ്മൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം. ഇനി ഇതാണ് സാധാരണ ഇങ്ങനെ നയൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, എല്ലാവരും ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം എപ്പോഴേ വരുന്നുള്ളൂ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഫെയിൽ ആകുമ്പോൾ. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതേ നമ്പർ സെറ്റ് ഓഫ് നമ്പേഴ്സോ അതിനേക്കാളും കുറഞ്ഞു വരുന്ന നമ്പേഴ്സോ വന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാളും കൂടി വന്നാൽ നമുക്ക് നടക്കത്തില്ല. ആ സമയത്ത് നമുക്ക് ഓൾട്ടർനേറ്റ് വേണം. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഓൾട്ടർനേറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമ്മളൊന്ന് മൈനസ് ചെയ്ത് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഇത്ര എഴുതാനോ എടുക്കാനോ ഒന്നും നിൽക്കല്ല. നിങ്ങൾ അതിനെ എങ്ങനെ കുറച്ചുകൂടി സ്പീഡിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോഴും ഇതിലും നമ്മൾ കുറച്ചുകൂടി സമയം സേവ് ചെയ്യാൻ നോക്കുക, കുറച്ചുകൂടി എഴുതുന്നത് കുറയ്ക്കാൻ നോക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെ എടുക്കുക. ഇപ്പൊ 7643 എടുക്കുക. എന്നിട്ട് എത്ര 9 ഉണ്ടോ അത്രയും 0 അതിന്റെ കൂടെ അങ്ങ് ഇടുക. പെട്ടെന്ന് അതിന്റെ കൂടെ അത്രയും 0 അങ്ങ് ഇടുക. എന്നിട്ട് അതേ നമ്പറിനെ എടുത്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അതേ നമ്പർ എന്ന് പറഞ്ഞാൽ 7643 അങ്ങ് എടുക്കുക. എന്നിട്ട് അതിനെ ഇവിടെ നിന്ന് അങ്ങ് മൈനസ് ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മേളിൽ എഴുതിയേക്കുന്നു അത് തന്നെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ മേളിൽ നമ്മൾ തന്നെ 1000 മൈനസ് 1 എന്നൊക്കെ ആലോചിച്ച് എടുത്ത് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏത് നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ എടുക്കുക. എത്ര 9 ഉണ്ടോ അത്രയും 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആ നമ്പറും കുറയ്ക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി ഇതിൽ നിന്ന് ആ നമ്പറും കുറയ്ക്കുക. അപ്പം 9 ൽ 3 കുറച്ചാൽ നമുക്ക് 7 വരും. ഇനി ഇവിടുന്ന് നമുക്ക് ഓക്കെ, നമ്മളിവിടെ 10 എന്ന് എടുക്കുന്നത്. 10 നമ്മൾ ഇവിടുന്ന് ക്യാരി എടുക്കും. ക്യാരി എടുക്കുമ്പോൾ ഇവിടെ 10 വരും. ഈ 10ൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ 7 വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ബാക്കി എത്ര കാണും, 9 കാണും. ആ 9ൽ നമ്മൾ 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര എന്ന് വരും, 5 എന്ന് വരും. ഇവിടെ നമുക്ക് 9 കാണും. ആ 9ൽ നമ്മൾ 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് വരും. ഇപ്പൊ ഇവിടുന്ന് ക്യാരി എടുത്തോണ്ട് ഇവിടെ ഇനി എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഒരു 1 കൂടി ഇങ്ങോട്ട് എടുത്താൽ ഇത് 12 ആവും. 12ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് 5 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ ബാക്കി എത്ര ഉള്ള, ക്യാരി എടുത്തോണ്ട് ഇവിടെ 3 ഉള്ളൂ. ഇനി ആ നമ്പർ അങ്ങ് അതേപോലെ എഴുതിയാൽ മതി. 3 അതേപോലെ തന്നെ വരും, ആ 6 അതേപോലെ തന്നെ വരും, ആ 7 അതേപോലെ തന്നെ വരും. നോക്കിയേ, അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ അത് വളരെ വലിയൊരു നമ്പറാണ്. ഇത്രയും വലിയ നമ്പേഴ്സ് ഒക്കെ നമുക്ക് വരുന്നത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസിലേ വരാറുള്ളൂ. പക്ഷെ ഈവൻ ദോ വന്നാൽ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. നോക്കിയേ, അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വരാൻ സാധ്യതയുള്ള നമ്പർ കൂടി എടുത്ത് നമുക്ക് ഒരെണ്ണം കൂടി ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 99 ഒക്കെയാണ് നമുക്ക് വരാൻ കുറച്ചുകൂടി സാധ്യതയുള്ളൂ. അപ്പോൾ 99 ഇൻറ്റു 539 എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ആ 539 എടുക്കുക. എന്നിട്ട് എത്ര 9 ഉണ്ടോ അത്രയും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 99 29 2 0. എന്നിട്ട് ആ 539 അവിടെ നിന്ന് എടുത്തങ്ങ് മൈനസ് ചെയ്യുക. 539നെ അവിടെ നിന്ന് എടുത്തങ്ങ് പെട്ടെന്ന് അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഇത്രയും എഴുതേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 10 ആണ്. 10 ആണെങ്കിൽ നമുക്ക് ഇവിടെ 9 പോകുക 1 എന്ന് വരും. ഇവിടെ ഇനി 9 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 ൽ 3 പോകുമ്പോൾ നമുക്ക് 6 എന്ന് വരും. ഇവിടെ ഇനിയിപ്പോൾ 8 ഉള്ളൂ. ആ 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 3 എന്ന് വരും. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് അതേപോലെ തന്നെ നമ്മൾ ഇനി എടുത്താൽ മതി. 3ഉം 5ഉം 5 3 3 6 1 നമുക്ക് ആൻസർ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ 9ഉമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫെയിൽ ആകാൻ 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, നമ്പർ കുറഞ്ഞു വന്ന അത് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. അത് നമ്മൾ താണ്ടെ ഈ രീതി ഹാൻഡിൽ ചെയ്തു. സെയിം ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ കുറഞ്ഞു വന്നാൽ നമുക്കൊരു പ്രശ്നമാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്ട്രാ ഒരു 0 ഇട്ടങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി. ഇനി കൂടി വന്നാൽ ഇത് ഒട്ടും വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ സമയം നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വേണമായിരുന്നു. അത് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അപ്പൊ 9ന്റെ എത്ര 9 ഉണ്ടോ അത്രയും തന്നെ നമ്പർ വന്നാലും കൂടി വന്നാലും കുറഞ്ഞു വന്നാലും എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അതിനെ നല്ലപോലെ യൂസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി 9ഉമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിക്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറേ 9 വരിക. ഓക്കെ, ഇപ്പൊ വിചാരിച്ചു ഇതേപോലെ ഇത്രയും വലിയൊരു 9 വന്നു. എന്നിട്ട് അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ, ലെറ്റ്സ് സേ 7. ഓക്കെ, നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ എടുക്കാം? അപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ എത്ര 9 ഉണ്ടോ ഇപ്പൊ അതേപോലെ തന്നെ അത്രയും 0 ഉള്ള നമ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഈ 7 അങ്ങ് കുറച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ് സാധാരണ ചെയ്യുന്ന പരിപാടി. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 9 ഇൻറ്റു 7 ചെയ്യുക. 9 7 നിങ്ങൾക്കറിയാം എത്രയാണ്, 63 ആണ്. നിങ്ങൾ ആ 6ഉം 3ഉം ഒരു ഗ്യാപ്പ് വിട്ട് അങ്ങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ബാക്കി എത്ര 9 ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5. ആ 5 9 എടുത്ത് ഇവിടെ നടുക്കേക്ക് അങ്ങ് എഴുതുക. 1 2 3 4 5. നമ്മുടെ ആൻസർ റെഡി. ഓക്കെ, ഇങ്ങനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ നേരത്തെ പോലെ നമുക്ക് കൂടുതലും വരാൻ പോകുന്ന 999 ഇൻറ്റു ഈ പറഞ്ഞ 7 എന്നൊക്കെ ഉള്ള നമ്പർ ആയിരിക്കും നമുക്ക് കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 9 ഇൻറ്റു ആ 7 ചെയ്യുക. 9 ഇൻറ്റു 7 ചെയ്ത് എത്ര വരും, 63 വരും. എന്നിട്ട് ബാക്കി എത്ര 9 ഉണ്ട്, 2 9 ഉണ്ട്. ആ 2 9 എടുത്ത് നറുക്കേക്കും കിട്ടാൽ മതി. നമ്മുടെ ആൻസർ റെഡി. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ?
നമുക്ക് വേറെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. 9999 ഇൻറ്റു 3. അപ്പൊ 3 ഇൻറ്റു 9 എന്താണ്? 27 ആണ്. 2 എഴുതുക, ആ 7 എഴുതുക. എന്നിട്ട് എത്ര 9 ബാക്കിയുണ്ട്? 3 9 ബാക്കിയുണ്ട്. ആ 3 9 എടുത്തങ്ങ് നടുക്കേക്ക് എഴുതുക. നമ്മുടെ ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ നോക്കിയേ, വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട്, വളരെ യൂസ്ഫുള്ളും ആണ്. അതുപോലെ നമുക്ക് വളരെ കൂടുതൽ വരുന്നതാണ് 99 ഇൻറ്റു സം നമ്പർ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, മുമ്പ് 0 ഇട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇത് 2 ഡിജിറ്റ് ആണ്, ഇതിനെയും 2 ഡിജിറ്റ് ആക്കാം എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് 0 ഇട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ എഴുതിക്കുന്ന എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ 0 ഇട്ട് ചെയ്യുമ്പോഴും സമയം കുറച്ചുകൂടി പോകും. അപ്പൊ എപ്പോഴെങ്കിലും സിംഗിൾ ഡിജിറ്റ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ 0 ഇടാനും നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. 9 7s 63. എന്നിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യുക? ആ ഒരു 9 അല്ലേ ബാക്കിയുള്ളൂ, ആ 9 അങ്ങ് നടുക്കേക്ക് എഴുതി കൊടുത്താൽ മതി. നോക്കിയേ, നമുക്ക് ആൻസർ വരും. വേറെ ഒരെണ്ണം 99 ഇൻറ്റു 5. അപ്പൊ 9 ഇൻറ്റു 5 നമ്മുടെ 45. എന്നിട്ട് ആ ഒരു എക്സ്ട്രാ ഉള്ള 9 നടുക്കേക്ക് എഴുതുക. 495 കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ നമ്പേഴ്സിനെ വളരെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അഗൈൻ ഇതൊരു വളരെ യൂസ്ഫുൾ ഷോർട്ട് കട്ടാണ്. ഇത് നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുക, അറിഞ്ഞിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ, അതുപോലെ നല്ലപോലെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു രണ്ടാമത്തെ ഷോർട്ട് കട്ട് പഠിച്ചു ഇന്ന് ഈ സെഷനിൽ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഈ രണ്ട് ഷോർട്ട് കട്ട്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 9 കണക്ട് ചെയ്യുന്നത് കുറഞ്ഞു വന്ന, കൂടി വന്ന, ആൻഡ് ഇതേപോലത്തെ സ്പെഷ്യൽ കേസ് സിംഗിൾ ഡിജിറ്റ് വന്ന, നമ്മൾ 11 ഇതേപോലത്തെ സിംഗിൾ ഡിജിറ്റ് നോക്കിയായിരുന്നു. അതുപോലെ 9 സിംഗിൾ ഡിജിറ്റ് വന്നാൽ എന്ത് ചെയ്യണം? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ നല്ലപോലെ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് പോകാം. ഒരു തേർഡ് ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ തേർഡ് ഷോർട്ട് കട്ട് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതാം. നിങ്ങൾ ആ നമ്പേഴ്സിൽ വരുന്ന സ്പെഷ്യൽ എന്താണെന്നൊന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് എഴുതി പോവാം, നിങ്ങളൊന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ 12 ഇൻറ്റു 18, അതേപോലെ 21 ഇൻറ്റു 29, പിന്നെ 36 ഇൻറ്റു 36 ഇൻറ്റു 34, 36 ഇൻറ്റു 34. അടുത്ത 47 ഇൻറ്റു, ഇപ്പൊ ഞാൻ റാൻഡമായിട്ട് എഴുതുക, പക്ഷെ അവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങളത് ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി സ്പോട്ട് ചെയ്ത് കാണും. ഓക്കെ, 47 ഇൻറ്റു 43, അതുപോലെ 54 ഇൻറ്റു 56, പിന്നെ നമുക്ക് എന്തെടുക്കാം? 63 ഇൻറ്റു, നമുക്ക് എല്ലാ 10ന്റെയും റേഞ്ചിൽ നിന്ന് ഞാൻ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുക. 67, പിന്നെ നമുക്ക് 78 ഇൻറ്റു 72, പിന്നെ നമുക്ക് 84 ഇൻറ്റു 86, ആൻഡ് ലാസ്റ്റ് ഒരെണ്ണം കൂടി എടുക്കാം, 99. ഏറ്റവും വലുത് തന്നെ എടുക്കാം, 99 ഇൻറ്റു 91. അപ്പോൾ ഈ എഴുതിയേക്കുന്നതെല്ലാം എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. ഇപ്പൊ കുറച്ച് പേർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എഴുതി പോയപ്പോൾ. ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, അത് നമുക്ക് ചെയ്തു പോകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ എന്താ ഉദ്ദേശം എന്നുള്ളത് ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും അത് കത്തിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഇവിടെ ഇപ്പൊ ഞാൻ എഴുതിയതിൽ സ്പെഷ്യൽ എന്നുള്ളത്. ശരി, അപ്പോൾ സ്പോട്ട് ചെയ്തവര് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താ സ്പെഷ്യൽ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താ സ്പെഷ്യൽ എന്ന് നോക്കി കഴിഞ്ഞാൽ, എഴുതിയേക്കുന്ന എല്ലാത്തിന്റെയും ഫസ്റ്റ് നമ്പർ സെയിമാ എന്ന് നോക്കിയേ. ഇപ്പം 12ഉം 18ഉം രണ്ടിന്റെയും ഫസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർലി പറയുകയാണെങ്കിൽ 10th പ്ലേസ് സെയിമാ എന്ന് നമുക്ക് പറയാം. 10th പ്ലേസ് കറക്റ്റ് ആണ്. ഓക്കെ, സെയിം ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ സം എത്ര വരുന്നുണ്ട്? 10 വരുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ 2ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 10 വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടുകൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 10 വരുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള എല്ലാം നോക്കിയേ. 2 2, പിന്നെ അവസാനത്തെ 1 9 പ്ലസ് ചെയ്ത 10 വരുന്നുണ്ട്. 6ഉം 4ഉം പ്ലസ് ചെയ്ത 10 വരുന്നുണ്ട്. 3ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് ഇതിൽ തെറ്റുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം എഴുതിയതിൽ. 7ഉം 3ഉം പ്ലസ് ചെയ്ത 10 വരുന്നുണ്ട്. 4ഉം 4ഉം സെയിം ആണ്. 4ഉം 6ഉം പ്ലസ് ചെയ്യുമ്പോൾ 10 വരുന്നുണ്ട്. 5ഉം 5ഉം സെയിം. 6ഉം 6ഉം സെയിം. 3ഉം 6ഉം പ്ലസ് ചെയ്യുമ്പോൾ 10. 8ഉം 2ഉം പ്ലസ് ചെയ്യുമ്പോൾ 10. 7 ആണ് കൊടുത്തേക്കുന്നത്. 8 ആണ് കൊടുത്തേക്കുന്നത്. 4ഉം 6ഉം 10. 9 ആണ് കൊടുത്തേക്കുന്നത്. 9ഉം 1 കൂടി പ്ലസ് ചെയ്ത 10 വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സ്പെഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ കറക്റ്റ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: 10th പ്ലേസ് സെയിമും, 10th പ്ലേസ് സെയിമും, യൂണിറ്റ് പ്ലേസിന്റെ സമ്മ് ഈക്വൽ ടു 10. അതാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്ന് എടുക്കാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ അവസാനത്തെ രണ്ട് മാറി കിടക്കുന്ന നമ്പർ ഇല്ല, അത് രണ്ടുകൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 8 എന്ത് വരും? 16 എന്ന് വരും. ആ 16 അങ്ങ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ മുമ്പത്തെ നമ്പർ, നമ്മുടെ 10th പ്ലേസ്, അത് സെയിം അല്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, 10th പ്ലേസ് എന്ത് നമ്പർ ആണോ കൊടുത്തേക്കുന്നത് അത് ഇൻറ്റു അടുത്ത നമ്പർ അങ്ങ് ചെയ്യുക. അപ്പൊ 1 ആണ് കൊടുത്തേക്കുന്നത്, അങ്ങനെ 1 ഇൻറ്റു 2 ചെയ്യുക. 1 ഇൻറ്റു 2 2 എന്ന് വരും. ആൻസർ 216 എന്ന് വരും. കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് എടുക്കാം. 1 ഇൻറ്റു 9. പക്ഷെ 1 ഇൻറ്റു 9 എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 1 ഇൻറ്റു 9 9 ആണ്. പക്ഷെ നമുക്കറിയാം വെറും 9 എടുത്താൽ ശരിയാവത്തില്ല. നമ്മൾ മറ്റേ സ്ക്വയർ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 1ഓ 4ഓ 9 ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം?
2 ഡിജിറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ ഒരു പരിപാടി ഇവിടെയും ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സംഭവം ചെയ്യുമ്പോൾ 2 into 3 6ഉം പിന്നെ 1 into 9 9ഉം 69 എന്തായാലും ആൻസർ വരാൻ പോകുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 into 9 നിങ്ങൾക്ക് അത് 0 9 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു 2 ആണ് കൊടുത്തേക്കുന്ന രണ്ടിലും. ഇപ്പൊ 2 into അടുത്ത നമ്പർ 2 into 3 നിങ്ങൾക്ക് എത്രയെന്ന് വരും? 6 എന്ന് വരും. ആൻസർ 609 എന്ന് വരും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടി 6 into 4 നമുക്ക് എത്ര വരും? 24 എന്ന് വരും. 24 നമ്മൾ എഴുതി. അതിനുശേഷം എന്ത് ചെയ്യുക? 3 into അടുത്ത നമ്പർ 3 into 4 എത്രയെന്ന് വരും? 12 എന്ന് വരും. അപ്പൊ 1224 ആൻസർ വരും. അടുത്ത 7 into 3 21 എന്ന് വരും. പിന്നെ 4 into അടുത്ത നമ്പർ 4 into 5 എത്ര വരും? 20 എന്ന് വരും. അപ്പൊ 2021 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ പരിപാടി എന്നുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി സ്പീഡിലൊന്നും ചെയ്തു പോവാം. ആൻഡ് ഇനി നമുക്ക് മുമ്പിന്ന് എഴുതാം. നമ്മൾ ഇത്ര നേരം എഴുതിയപ്പോൾ ബാക്കിൽ നിന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇനി നമുക്ക് മുമ്പിന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 5 into അടുത്ത നമ്പർ 5 into 6 30. പിന്നെ ആ 4 into 6 24. അത്രയേ ഉള്ളൂ. അടുത്ത 6 7s 42. പിന്നെ ആ 3 into 7 21. അടുത്ത ആ 7 into 8 56. പിന്നെ ആ 2 into 8 16. അടുത്ത 8 into 9 8 9s 72. പിന്നെ 4 into 6 24. പിന്നെ അടുത്ത 9 into 10 90. പിന്നെ 1 into 9 നമ്മൾ പറഞ്ഞ പോലെ 09 എന്നുള്ള ഒരു നമ്പർ മാത്രമേ ഉള്ളതുകൊണ്ട് 09 എന്ന് നമുക്ക് വരും. അപ്പൊ നോക്കിയേ, നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേൺ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പാറ്റേൺ വന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പാറ്റേൺ പെട്ടെന്ന് സ്പോട്ട് ചെയ്യത്തില്ല, നമ്മൾ പെട്ടെന്ന് കാണത്തില്ല. അതാണ് നമ്മളുടെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ പാറ്റേൺ കണ്ടാൽ ഒരിക്കലും നിങ്ങൾ അതിനെ മിസ്സാക്കരുത്. ഇതിനെ ഇങ്ങനെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും മിസ്സാക്കി കളയല്ല. ഇനി ഈ നമ്പർ തന്നെ വരുമോ? ഈ നമ്പർ തന്നെ വരത്തില്ല. നിങ്ങൾ നമ്മളിപ്പോ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ 10ന്റെ റേഞ്ചിൽ നിന്ന് ഓരോന്ന് എടുത്തേ എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം റാൻഡം ആയിട്ട് എടുക്കാം. ഇപ്പൊ നമുക്ക് ഇതെടുക്കാം. ഇവിടുന്ന് മാത്രം എത്ര എണ്ണം എഴുതാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 51 into 59 എന്ന് എഴുതിക്കൂടെ? ചിലർക്ക് തോന്നുന്നു ആ നമ്പർ വന്നാലേ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല, അങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാലാണ് എടുക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ ആ പറഞ്ഞ പാറ്റേൺ ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പാറ്റേൺ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എടുക്കുന്നത്. അല്ലാതെ ഈ 54 56 വന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനല്ല. ഓക്കെ, ആ പാറ്റേൺ സാറ്റിസ്ഫൈ ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണം വരും നമുക്ക് ചുമ്മാ നോക്കാം. ഇപ്പൊ ആ 54 into 56 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം നമ്മൾ ഇതേപോലത്തെ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വരും? 51 into 59 വരും. 52 into 58 വരും. അതുപോലെ 53 into 57 വരും. അതുപോലെ 54 into 56 വരും. അതുപോലെ 55 into 55 വരും. നോക്കിയേ, ഇവിടെ എഴുതിയേക്കുന്ന ഓരോന്നിനും ഇതുപോലെ 5 എണ്ണം വരത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ എഴുതിയേക്കുന്ന എല്ലാത്തിന്റെയും ടെൻസ് പ്ലേസ് സെയിം ആണ്. യൂണിറ്റ് പ്ലേസസ് 10 സം ചെയ്താൽ എത്രയും വരുന്നുണ്ട്? 10ഉം വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും ഇവിടെ എഴുതിയേക്കുന്ന ഓരോ എണ്ണത്തിൽ നിന്നും 5 എണ്ണം വെച്ച് വരും. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിലെ വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ ഫെമിലിയർ ആവും. പിന്നെ നിങ്ങൾ അത് മാക്സിമം സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ചുമ്മാ ഇതൊന്നും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിലും നിങ്ങൾക്ക് ഈ 55 into 55 പെട്ടെന്ന് എങ്ങനെ എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഈ 55 into 55 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 55ന്റെ സ്ക്വയർ. അതിന്റെ അവസാനം 5 തരുന്ന നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് എടുക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 5 into 6 30. പിന്നെ അവസാനം എന്തായാലും 25 വരും, 5 തരുന്ന നമ്പർ ആയതുകൊണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡിന്റെ ആവശ്യവും ഇല്ല ഇവിടെ. ബാക്കിയുള്ള 4 നിങ്ങൾക്ക് എന്ത് ആവശ്യമുള്ളൂ? ഇത് ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ച ഐ തിങ്ക് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റോ സെക്കൻഡ് ക്ലാസ് ഈ സാധനം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിന് മുമ്പ് പോയ ക്ലാസ്സിൽ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറ്റൻഡ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ എല്ലാത്തിലും നിങ്ങൾക്കറിയാം മുമ്പിൽ വരുന്ന 5. അങ്ങനെ ഈ 5 into 6 13 ആയിരിക്കും എല്ലാത്തിലും മുമ്പിൽ വരാൻ പോകുന്നത്. ഒരു ഡൗട്ടില്ല, എല്ലാത്തിലും മുമ്പിൽ 30 വരും. എല്ലാത്തിലും 5 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? 1 into 9 09. അതുപോലെ 2 into 8 16. 3 into 7 21. 4 into 6 24. നോക്കിയേ, അപ്പോൾ നിങ്ങൾ ആ സൈഡിൽ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിന്റെ എല്ലാത്തിന്റെ അവസാനം ഒന്നുകിൽ 09 16 അല്ലെങ്കിൽ 21 24 എന്നല്ലേ വന്നേക്കുന്നത്. അപ്പൊ അതേ വരത്തുള്ളൂ ആ നമ്പേഴ്സിനനുസരിച്ച്, വേറെ ഒന്നും വരത്തില്ല. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന നോക്കി, ഇതല്ലാതെ അവസാനം വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് 09 16 21 24 അല്ലാതെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വേറെ ഒന്നും വന്നിട്ടില്ല. അത് തന്നെ വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മൾ കാണണം, അതാണ് ഒരു വലിയ പ്രശ്നം. ഓക്കെ, ഇനി ഇപ്പൊ ഇത് പഠിച്ച സ്ഥിതിക്ക് ഇതിന്റെ തന്നെ റിവേഴ്സിൽ വരുന്ന ഒരു സാധനം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ തന്നെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി കുറച്ച് നമ്പേഴ്സ് എഴുതാം. നിങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, and ഇത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പാടാണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇപ്പൊ 21 into 81. അതുപോലെ 12 into 92. അതേപോലെ 63
ഇൻറ്റു 43. ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു റാൻഡം ആയിട്ടായിരിക്കും തോന്നാൻ പോകുന്നത്. നേരത്തെ കണ്ട പോലെ കുറച്ചുകൂടി ഒരു കറക്റ്റ് ഓർഡർ ഫീൽ ചെയ്യത്തില്ല നമുക്ക്. ഇവിടെ കുറച്ചുകൂടി ഒരു റാൻഡം ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. 74 ഇൻറ്റു 34, അതുപോലെ 45 ഇൻറ്റു 65. പിന്നെ അടുത്തത് നമുക്ക് 36 ഇൻറ്റു 76. പിന്നെ അടുത്തത് നമുക്ക് 87 ഇൻറ്റു 27. നെക്സ്റ്റ് വൺ നമുക്ക് 48 ഇൻറ്റു 68 എന്ന് എടുക്കാം. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് 99 ഇൻറ്റു നമുക്ക് 90 എന്ന് എടുക്കാം. ഇപ്പൊ നോക്കിയേ, ഇതിൽ എന്താ സ്പെഷ്യൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് ഓൾറെഡി സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ കുറച്ച് പേർക്ക് അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇത് കുറച്ചുകൂടി റാൻഡമാണ്, അതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. ഇവിടെ എന്താ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടുത്തെ നമ്മുടെ യൂണിറ്റ് പ്ലേസ് സെയിമാണ്. നേരത്തെ യൂണിറ്റ് പ്ലേസ് 10 ആയിരുന്നില്ല സമ്മ്, ഇവിടെ യൂണിറ്റ് പ്ലേസ് സെയിമാണ്. നോക്കി, എല്ലാത്തിന്റെ യൂണിറ്റ് പ്ലേസിൽ സെയിം ഡിജിറ്റ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ടെൻസ് പ്ലേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ആ ടെൻസ് പ്ലേസിന്റെ സം, നേരത്തെ ടെൻസ് പ്ലേസ് സെയിം ആയിരുന്നെങ്കിൽ ഇപ്പൊ ടെൻസ് പ്ലേസിന്റെ സം എന്താണ്? 10 ആണ്. അതാണ് ഇവിടെ സ്പെഷ്യൽ. അപ്പൊ എന്തെങ്കിലും മാറി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തെറ്റാണ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം പോകുന്ന വഴിക്ക്. പക്ഷെ അതർവൈസ് നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ ആണ് അവിടെ വന്നേക്കുന്നത്. നിങ്ങൾ നോക്കിക്കുക, എല്ലാത്തിലും 2 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9. പിന്നെ മുമ്പിലുള്ള നമ്പർ നോക്കിയാൽ 2 + 8 10, 1 + 9 10, 6 + 4 10, 7 + 3 10, 4 + 6 10, 3 + 7 10, 8 + 2 10, 4 + 6 10, 9 + 1 10. നോക്കിയാൽ എല്ലാത്തിലും അത് കറക്റ്റ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റിനിൽ തെറ്റൊന്നും ഇല്ല, നമ്മൾ എഴുതിയിരിക്കുന്നില്ല. ഇനി ആൻസർ എടുക്കാം. എങ്ങനെ ആൻസർ എടുക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് എടുത്ത് പറയാം. 21 ഇൻറ്റു 81. ഇത് ആൻസർ എടുക്കുമ്പം ഒന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ യൂണിറ്റ് പ്ലേസ് സെയിമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതങ്ങ് സ്ക്വയർ എടുത്താലും മതി. എന്നിട്ട് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ തന്നെയല്ലേ വരാൻ പോകുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പക്ഷേ 1ന്റെ സ്ക്വയർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെയും ഫോളോ ചെയ്തോണം. 1 4 9 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ 0 ഇട്ടോണം. നമുക്ക് 1 ഡിജിറ്റ് അല്ല 2 ഡിജിറ്റ് എഴുതണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഇൻറ്റു 1, നമുക്ക് ആ ഒരു 1 ഇൻറ്റു 1 അല്ലെങ്കിൽ 1ന്റെ സ്ക്വയർ നിർത്താലും മതി, ആ യൂണിറ്റ്സിന്റെ സ്ക്വയർ നിർത്താലും മതി, നമുക്ക് 0 1 എന്ന് വരും. ഇനി ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഇൻറ്റു 8 നമുക്ക് 16 എന്ന് വരും. പക്ഷെ 16 അല്ല അവിടെ എഴുതേണ്ടത്. ഈ രണ്ടിന്റെ യൂണിറ്റ് പ്ലേസ് സെയിം നമ്പർ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 16ന്റെ കൂടെ ആ യൂണിറ്റ് പ്ലേസ് വരുന്ന നമ്പർ എന്താണോ അത് നമ്മളൊന്ന് ആഡ് കൂടി ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2 ഇൻറ്റു 8 16 വന്നു. പക്ഷെ 16 ഇവിടെ ആ യൂണിറ്റ് പ്ലേസിൽ 1 ഉണ്ടായതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്താൽ 17 എന്ന് വരും. ആ 17 ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 1701 എന്ന് നമുക്ക് ആൻസർ വരും. 1701. അതുപോലെ അടുത്ത് നമുക്ക് ഇതുപോലെ നോക്കാം. 2യുടെ സ്കോർ എന്താ? 04. ഓക്കെ അല്ലേ. 3യുടെ സ്കോർ എന്താ? 09. അതുപോലെ നമ്മുടെ 4യുടെ സ്കോർ എന്താ? 16. 5യുടെ സ്കോർ എന്താ? 25. നമുക്ക് കുറച്ച് നമ്പർ മാത്രം ഒന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇരുന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ യൂണിറ്റ് പ്ലേസിലുള്ള ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 9 9. പക്ഷെ 9 എന്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം? രണ്ടിലെയും ഈ 2 ഇല്ലേ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 വട്ടം ആഡ് ചെയ്യില്ല, ഒരു വട്ടം മാത്രം. അപ്പോൾ 1 ഇൻറ്റു 9 9, അതിൻ്റെ കൂടെ 2 കൂടി ആഡ് ചെയ്താൽ സെയിം നമ്പറിനെ ഒരു വട്ടം ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഇൻറ്റു 9 9, 9 + 2 11, 1104. അടുത്ത നമുക്ക് ഇതുപോലെ എടുക്കാം. 4 ഇൻറ്റു 6 24, 24യുടെ 3 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും? 27 എന്ന് വരും. അതുപോലെ 3 ഇൻറ്റു 7 21, 21ന്റെ കൂടെ 4 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 25 എന്ന് വരും. അപ്പോൾ അതൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ആ ലാസ്റ്റ് സ്ക്വയർ അങ്ങ് എഴുതിയിട്ട് പിന്നെ ഈ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 4 ഇൻറ്റു 6 24, 24യുടെ കൂടെ 5 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 29 എന്ന് വരും. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താ പരിപാടി എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി താഴോട്ടുള്ള നമ്പറിനെ നമുക്ക് പ്രോപ്പർലി ഓരോന്നായിട്ടും എന്നാൽ നുമ്പീന്നും, നമ്മളിപ്പോൾ ബാക്കിൽ നിന്ന് എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഇപ്പൊ നമുക്ക് അതിനെ നുമ്പീന്നും എഴുതാം, പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടാതെ നമുക്കത് ഫുൾ ആയിട്ട് എഴുതി. ഇപ്പൊ എഴുതിയ പോലെ സ്ക്വയർ അങ്ങ് എഴുതിയിട്ട് പിന്നെ മറ്റേത് എഴുതുന്ന രീതി നമ്മൾ എഴുതണ്ട. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എക്സാമിൽ കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഒരെണ്ണല്ലേ കിട്ടത്തുള്ളൂ, എല്ലാം കൂടി ഒരുമിച്ച് എടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3 ഇൻറ്റു 7 21. ആ 21ന്റെ കൂടെ 6 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും? 21 + 6 നമുക്ക് 27 വരും. എന്നിട്ട് ആ 6ന്റെ സ്ക്വയർ അടുത്തത് അങ്ങ് എടുത്തങ്ങ് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അടുത്തത് 8 ഇൻറ്റു 2 16. 16ന്റെ കൂടെ നമ്മൾ ആ 7 കൂടി പ്ലസ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 16 + 7 23. ഇനി ആ 7ന്റെ സ്ക്വയർ എന്താ? 49. അതങ്ങ് എഴുതിയാൽ മതി. അടുത്തത് 4 ഇൻറ്റു 6 24. 24ന്റെ കൂടെ നമ്മൾ 8 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 32 എന്ന് വരും. പിന്നെ 8ന്റെ സ്ക്വയർ എന്താ? 64. അത്രേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് 9 ഇൻറ്റു 1 9ഉം ആ 9ന്റെ കൂടെ നമ്മൾ 9 കൂടി ആഡ് ചെയ്താൽ 80 എന്ന് വരും. പിന്നെ 9ന്റെ സ്ക്വയർ എന്താ? 81. നോക്കിയേ, കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണത്തിൽ നിന്ന് പല പല പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് ക്വസ്റ്റ്യനിൽ വരുമ്പം അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളിത് കാണണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മളത് കാണത്തില്ല പെട്ടെന്ന്. അതാണ് പലർക്കും വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കുറേ ഷോർട്ട് കട്ട്സ് പഠിച്ചു. ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനിയും ഉണ്ട് ഒരുപാട് ഷോർട്ട് കട്ട്സ്. അതും നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർക്കും ഒക്കെ വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരോ അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ വിദ്യാരംഭത്തിന്റെ സമയമാണ്. ആൻഡ് അതൊരു നല്ല സമയമാണ് ഇതേപോലത്തെ എക്സാംസിന് വേണ്ടിയും പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സ്പെഷ്യൽ ബാച്ചുകളെ കുറിച്ച്. പക്ഷേ ആ സ്പെഷ്യൽ ബാച്ചസിൽ എന്തുകൊണ്ടാണ് ഇന്ന് കുറെ കൂടി സ്പെഷ്യൽ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത് എൻഡ് കൂടിയാണ്. അപ്പൊ മന്ത് എൻഡ് കൂടി വരുമ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ബാച്ചസിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൂടാതെ നമുക്ക് ഈ മന്ത് എൻഡിന്റെ ഓഫേഴ്സുമായിട്ട് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബാച്ചിന്റെ ക്ലോസിംഗ് ആണ്. വിദ്യാരംഭം തീരെ നിങ്ങൾക്കറിയാം സമയം കഴിയാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിന് വേണ്ടി നമ്മൾ ഈ ഒരു ബാച്ചസ് ലോഞ്ച് ചെയ്യുകയാണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാത്സിന്റെ ഒക്കെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്ന ഒരു കാര്യമാണ് വേദിക് മാത്സ് എന്ന് പറയുന്നത്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ്, നമ്മുടെ കാൽക്കുലേഷൻ ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശരിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു വേദിക് മാത്സിന്റെ ക്ലാസ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ആ ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ വിദ്യാരംഭത്തിന്റെ സമയം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിദ്യാരംഭത്തിന്റെ സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട്. എന്താ സ്പെഷ്യൽ ബാച്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു ബാച്ചസ് എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ യൂഷ്വലി ഉള്ള ബാച്ചസ് ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചസ് ആണ്. എല്ലാ ആഴ്ചയും പുതിയ ബാച്ചസ് ഉണ്ട്. പക്ഷേ വിദ്യാരംഭത്തിന്റെ സമയത്ത് ഈ ഒരു സമയത്ത് വരുന്ന ഈ ഒരു ബാച്ച് എന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി 1 ഇയർ അല്ല, അതിനേക്കാളും കൂടുതൽ കിട്ടും ഫ്രീ ആയിട്ട്. എങ്ങനെ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അവിടെ ചെറിയൊരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. വേറെ ഒന്നുമല്ല, നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 85% ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതുകൂടാതെ 85% ടാസ്ക് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയൊക്കെ തരുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ 85% നിങ്ങൾക്ക് തരുന്ന ടാസ്കിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡ്യൂറിംഗ് ദ കോഴ്സിന്റെ സമയത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് റിന്യൂ ചെയ്ത് തരും. അപ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റി അല്ല, കൈൻഡ് ഓഫ് 2 വർഷത്തെ വാലിഡിറ്റി കിട്ടുവാണ്. പക്ഷേ ആ വാലിഡിറ്റി കിട്ടുന്നത് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് ഫുൾ 100% അറ്റൻഡൻസ് ഒന്നും അല്ല, ജസ്റ്റ് 85% അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഉറപ്പായിട്ടും ഒരു 85% അറ്റൻഡൻസ് ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തരുന്ന ടാസ്കിലൊക്കെ ഒരു 85% കംപ്ലീഷനും ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു ബാച്ചസ് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും നിങ്ങൾക്ക് പാസ് ഔട്ട് ആകുന്ന സമയത്തും നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ എക്സാംസ് എഴുതാം. ആൻഡ് അത് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു കോഴ്സോ ഒന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു 1 ഇയർ കൊണ്ട് വാലിഡിറ്റി തീർന്നു പോകത്തില്ല. നിങ്ങൾ ആ ഒരു ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് പിന്നെ ഒരു വർഷം കൂടി വാലിഡിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം ഇപ്പം കിട്ടിയ ജോലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ജോലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആൻഡ് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പുതിയൊരു കോഴ്സോ പുതിയൊരു ബാച്ചോ ഒന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് മാത്രമല്ല, പിന്നെയും വേറെ കുറെ കാര്യങ്ങളുണ്ട്. വേറെ കുറെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബാച്ചിലുള്ള സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. നിങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു ആക്സസ് കാണും. ആ ഒരു ലൈഫ് ലോങ് ആക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ജോലി കിട്ടി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുന്ന എക്സാംസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ അതിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കി സ്റ്റുഡൻസിന് കിട്ടുന്ന ആ ഒരു PDFs നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പിന്നെയും ഫ്യൂച്ചറിൽ ഒരു എക്സാം എഴുതണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് പരിചയമുള്ളവർക്ക് ഇതേപോലത്തെ എക്സാംസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ലോങ് ടേം നിങ്ങൾക്ക് അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് ബാക്കിയുള്ളവർ കൂടി ആ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക എന്നൊരു ഇതേപോലത്തെ എക്സാം ഉണ്ട്, അതിപ്പം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൂടി നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ അറിഞ്ഞ് നിങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ബാക്കിയുള്ളവരെ കൂടി ഗൈഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പറയുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ 1 ഇയറിന്റെ ഈ ഗോൾഡ് ബാച്ചുകൾ എന്ന് പറയുന്നത് ആ ബാച്ചസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് കാണാം. ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ കോളേജിലുള്ളവർക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നുള്ള ഈ ലൈവ് ബാച്ചസിന്റെ ക്ലാസ് പോകുന്ന വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് പോകുന്നത്. സോ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയാലും ശരി, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരായാലും ശരി, ആൻഡ് ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരോ ഡേ ടൈം വേറെ ക്ലാസ്സസുമായിട്ട് ബിസി ആയിട്ടുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കായാലും ശരി, നിങ്ങൾക്ക് ഈവനിങ് ആയതുകൊണ്ട് ലൈവ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സസ് മിസ് ആവത്തില്ല. ഈവനിങ് നിങ്ങൾക്ക് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ല. ഓക്കെ അല്ലേ? പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നമുക്ക് അവിടെ ഓൺലൈൻ കോഴ്സസിൽ വരുന്ന എന്താ പറയാ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ക്വിസുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസും സ്റ്റഡി പ്ലാൻസും ഡെയിലി ഉള്ള ക്ലാസിന്റെ ഷെഡ്യൂൾസും
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ച റെക്കോർഡ് ക്ലാസ്സസ് മാത്രമല്ല, ആ റെക്കോർഡ് ക്ലാസ്സിന്റെ ലൈവ് ക്ലാസ് കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് കൈൻഡ് ഓഫ് റിവിഷനും നിങ്ങൾ പഠിച്ചതിന്റെ അഡ്വാൻസ് ക്വസ്റ്റൻസിന്റെ പ്രാക്ടീസും നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടിട്ടുള്ള അതേ ഫാക്കൽറ്റീസുമായിട്ടുള്ള ലൈവ് ഇന്ററാക്ഷൻ കൂടിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി ഈ ഒരു സമയത്ത് മന്ത് എൻഡ് സമയത്ത് നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന സ്പെഷ്യൽ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അവിടെ വരുന്ന സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഈ ഒരു കോഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഇ ബുക്സുകളും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. എന്താ ഈ ആഡ് ഓൺ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അപ് സ്കില്ലിങ്ങിന് വേണ്ടിയുള്ള കോഴ്സുകളാണ് അത്. അപ് സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. 3 കോഴ്സസ് ആണുള്ളത്. ആ 3 കോഴ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ജോലിക്ക് കയറി കഴിയുമ്പോൾ. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്കറിയാം എക്സൽ ഷീറ്റ്സ് യൂസ് ചെയ്യാൻ നമ്മൾ നല്ലപോലെ അറിയണം. ഏതൊരു ജോബിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. ബാങ്ക് ആയാലും ശരി, SSC ആയാലും ശരി, റെയിൽവേ ആയാലും ശരി, നമ്മൾ പാരലായിട്ട് ഇപ്പോൾ ബാങ്കിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂഷ്വലി അവർ കൗണ്ടർ ഇരിക്കും തന്നെ ഒരു എക്സൽ ഷീറ്റ് മാനുവലി എഴുതുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർ എക്സൽ ഷീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അവർക്ക് വരുന്ന ആ ഒരു എമൗണ്ട്സും കാര്യങ്ങളും എൻ്റർ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം അതേപോലെ തന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ എക്സൽ ഷീറ്റ്സിനെ കുറിച്ചുള്ള ബേസിക് കോഴ്സ്, അതേപോലെ നമുക്കറിയാം എയുടെ ഒരു സമയമാണ്. സോ എക്ക് വേണ്ടിയുള്ള ഒരു ബേസിക് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്. നിങ്ങളിപ്പം പലരും കേരളത്തിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല. നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടുമ്പോൾ പലർക്കും റീലൊക്കേറ്റ് ആവേണ്ടി വരും, അല്ലെങ്കിൽ പലരും ജോലി കിട്ടുന്ന കേരളത്തിന് പുറത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ്. അപ്പോൾ ഈ 3 കോഴ്സിൽ നിങ്ങൾ ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ് സ്കില്ലിന് വേണ്ടി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, എനിക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് വേണ്ട, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് അറിയാം, എനിക്ക് ഇപ്പം വേണ്ടിയത് AI ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ 3 എണ്ണത്തിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു മന്ത് എൻഡിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാങ്കിന് വേണ്ടി. അതുപോലെ 8714764666 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. SSC റെയിൽവേ ബാച്ചസിന്റെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൂടുതൽ അറിയാനും നിങ്ങൾ ആ ഒരു വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വേദിക് മാത്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടിയതാണെന്നുള്ളത് കൂടി മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ വിദ്യാർത്ഥിയുടെ ഭാഗമാണെന്നുള്ളതും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവരെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഉറപ്പായിട്ടും വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കാണത്തില്ല. ഇനി ഒരു കുറച്ച് ദിവസം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് തീരാൻ പോവുകയാണ്. ഓക്കെ, അത് ക്ലോസ് ആവാൻ പോവാണ്. അപ്പം കൈൻഡ് ഓഫ് ലാസ്റ്റ് ഡേയ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഒരു ഓഫേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഒരു ഓഫേഴ്സ് ഇനി നിങ്ങൾക്കറിയാം അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേദിക് മാത്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും അറ്റ് ദ സെയിം ടൈം ഈ ഒരു വിദ്യാർത്ഥിന്റെ ഭാഗമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്, സർപ്രൈസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് നല്ലപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ യൂസ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാവുന്നവർക്ക് അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ തീർന്നിട്ടില്ല. നമ്മുടെ ഈ കോഴ്സ് മാത്രം, നമ്മുടെ ഈ പറഞ്ഞ ഓഫേഴ്സ് മാത്രമേ വിദ്യാർത്ഥിയുടെ ഭാഗമായിട്ട് തീരാൻ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ക്ലാസ്സസ് തീർന്നിട്ടില്ല. ക്ലാസ്സസ് ഇനിയും കണ്ടിന്യൂ ആവും. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന സെഷൻസിൽ കൂടുതൽ ഷോർട്ട് കട്ട്സ് ആയിട്ട് വീണ്ടും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.